ഹലോ നമസ്കാരം. കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ചെറുപ്പം തൊട്ട് കഴിച്ച് ശീലിച്ചിട്ടോ ഉള്ളതുമായ ഒരു ആഹാര പദാർത്ഥമാണ് തൈര് എന്ന് പറയുന്നത്. തൈരിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ തൈര് കഴിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുമുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിജിന ഷാജി. തൈര് പോഷകങ്ങളാൽ സമൃദ്ധമാണ്. പാല് പോലെ തന്നെ തൈരിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻസായ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 തുടങ്ങിയ ധാരാളം വൈറ്റമിൻസും മിനറൽസും തൈരിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 തുടങ്ങിയവരുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും തൈര് നമുക്ക് നിത്യേന നമ്മുടെ ആഹാരത്തിൽ ചേർക്കാവുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ്. വളരെ കുറച്ച് ആഹാര പദാർത്ഥങ്ങളിൽ മാത്രമേ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. എസ്പെഷ്യലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് തൈര് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 സഫിഷ്യൻ്റായിട്ട് കിട്ടാൻ സാധ്യത വളരെ ഏറെയാണ്. അതുമാത്രമല്ല, തൈരിൻ്റെ ഗുണങ്ങൾ, തൈരിൽ ധാരാളം പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഗട്ടിൽ, നമ്മുടെ കുടലിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ബാക്ടീരിയകൾ, മോശം ബാക്ടീരിയകളുണ്ട്. ഇത് മോശം ബാക്ടീരിയകൾ അമിതമായി നമ്മുടെ ശരീരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പറയുന്നു. തൈര് സ്ഥിരമായി കഴിക്കുമ്പോൾ തൈര് നല്ലൊരു പ്രോബയോട്ടിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയൽ എത്തുകയും നമ്മുടെ കുടലിലുള്ള മോശകരമായ ബാക്ടീരിയകളെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഇത് സാധിക്കുന്നു. തൈര് നല്ലൊരു പ്രോബയോട്ടിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായ രീതിയിൽ ദഹിച്ച് മാറുന്നതിനും നമുക്ക് ഈ തൈര് ദിവസേന കഴിക്കുന്നത് കൊണ്ട് വളരെ സഹായകമാണ്. ഇതുമാത്രമല്ല തൈരിൻ്റെ ഉപയോഗങ്ങൾ. തൈര് നമ്മൾ ദിവസേന കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ആവരണത്തിനുണ്ടാകുന്ന വീക്കത്തെ ചെറുക്കുന്നതിനും നമ്മുടെ വയറിലുണ്ടാകുന്ന പലതരത്തിലുള്ള അൾസറുകളെ ഹീലാക്കുന്നതിനുമെല്ലാം തൈര് വളരെയധികം ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് നമ്മുടെ നിത്യേനയുള്ള ആഹാരശീലങ്ങളിൽ നമുക്ക് നിത്യേന ഉപയോഗിക്കാം. അത് മാത്രമല്ല തൈരിൻ്റെ ഗുണങ്ങൾ, തൈര് നമുക്ക് ശരീരത്തിൻ്റെ അകത്തും ശരീരത്തിന് പുറത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ആഹാര പദാർത്ഥമാണ് തൈരെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തൈരിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിനും നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള നമ്മുടെ ബോണ് തിന്നായി ഒടിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും തേയ്മാനം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലുള്ള ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നതിനും തൈര് നമ്മൾ നിത്യേന കഴിക്കുന്നതിലൂടെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈര് ദിവസേന നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതുമാണ്. തൈരിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ഡയറ്റ് നോക്കുന്നവർ, വണ്ണം കുറയ്ക്കാനും മറ്റും പലതരത്തിലുള്ള ഡയറ്റ് നോക്കുന്നവർക്കും തൈര് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്ന ഒരു ആഹാര സാധനമാണ്. ഇത് മാത്രമല്ല, അമിതവണ്ണത്തെ ചെറുക്കാനും നമുക്ക് അമിതമായി വിശപ്പുണ്ടാകുന്നതിനെ തടയാനുമെല്ലാം തൈര് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ്. തൈര് നിത്യേന നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്ന വജൈനൽ ഇൻഫെക്ഷൻസിനെ ചെറുത്ത് നിർത്തുന്നതിനും നമുക്ക് കൊളസ്ട്രോൾ മെറ്റബോളിസം, അതായത് നമ്മുടെ HDL കൊളസ്ട്രോൾ കൂട്ടി നിർത്തുന്നതിനും LDL കൊളസ്ട്രോളിനെ കുറച്ച് നിർത്തുന്നതിനും തൈര് ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കും. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കുറച്ച് നിർത്തുന്നതിനും നമ്മുടെ കാർഡിയാക് ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ കാർഡിയാക് ഹെൽത്ത് മെച്ചപ്പെടുന്നതിനും നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിനും നമുക്ക് തൈര് നിത്യേന നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്തെങ്കിലും ഫുഡ് പോയിസണോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് വയറിളക്കം പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് ഡോക്ടർമാർ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പ്രോബയോട്ടിക്സ് കഴിക്കാനായിട്ട്. ഇത് കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് തൈര് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാം. ഇത് വയറിളക്കം പോലുള്ള അല്ലെങ്കിൽ ദഹനക്കേട് പോലുള്ള വയറ് വീർപ്പ് പോലുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ ആശ്വാസം കിട്ടാനും തൈര് നമുക്ക് നിത്യേന ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് മാത്രമല്ല തൈരിൻ്റെ ഗുണങ്ങൾ, നമുക്ക് തൈര് നമ്മുടെ ശരീരത്തിന് പുറത്തും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. നമുക്ക് നല്ലൊരു ക്ലൻസറായിട്ട്, സ്കിന്നിന് വളരെ നല്ലൊരു ക്ലൻസറായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നതിനും ഇത് സഹായിക്കും. നമുക്ക് പലതരത്തിലുള്ള ഹെയർ പാക്കുകളിൽ മിക്സ് ചെയ്ത് നമുക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ സ്കാൽപ്പിൽ. ഇത് നമ്മുടെ തലയോട്ടിയിൽ പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനെയും താരം പോലുള്ള കണ്ടീഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിലെ ചർമ്മത്തെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യത്തോടെ മുടി വളരാനും സഹായിക്കും. അത് മാത്രമല്ല, പലതരത്തിലുള്ള ശരീരത്തിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനും പലതരത്തിലുള്ള മരുന്നുകളിൽ മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാൻ മാറുന്നതിനും
തൈര് നമുക്ക് നമ്മുടെ ചർമ്മത്തിന് മേളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇത്രയൊക്കെയാണ് തൈരിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി തൈര് നമ്മൾ എല്ലാ സാഹചര്യത്തിലും അമിതമായി ഉപയോഗിക്കരുത്. കാരണം തൈര് ഒരു ദിവസം നമുക്ക് ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തൈര് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും കൂടി വന്ന ഒരു 200 ഗ്രാം 150 തൊട്ട് 200 ഗ്രാം വരെ ഒരു ദിവസം നമുക്ക് തൈര് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. എല്ലാ ആഹാര സാധനങ്ങളും നമ്മൾ അമിതമായി കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തൈരും നമ്മൾ അമിതമായി ഉപയോഗിക്കുന്നത് നമുക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. അതുതന്നെയല്ല അതിൻ്റെ യഥാർത്ഥ ഗുണഗണങ്ങൾ നമുക്ക് കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് മിതമായ രീതിയിൽ നമുക്ക് തൈര് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളില്ലെന്ന് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും കിട്ടും. തൈരിനി നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം. ഒരിക്കലും തൈര് നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ നമ്മൾ രാത്രി സമയങ്ങളിലോ വൈകുന്നേരങ്ങളിലോ സന്ധ്യയ്ക്ക് ശേഷമോ നമ്മൾ തൈര് ഉപയോഗിക്കാൻ പാടില്ല. ഇത് തൈര് നമ്മൾ ഈ സമയങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കഫക്കെട്ട്, ചുമ, ജലദോഷം, തുമ്മൽ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അത് ട്രിഗർ ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അതായത് സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ തൈര് ഉപയോഗിക്കാൻ പാടില്ല. അത് മാത്രമല്ല നമ്മൾ വൈകിട്ട് തൈര് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദഹനക്കേട് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഇത് ദഹിച്ച് മാറാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാത്രിയുള്ള നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താനും ഇത് കാരണമാകാറുണ്ട്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ തൈര് ഉപയോഗിക്കാൻ പാടില്ല. അവർക്ക് പാലും ഉൽപ്പന്നങ്ങളും അലർജി ആയിരിക്കും. ഇവർക്ക് വയറ് വീർപ്പ്, വയറ്റിളക്കം, അതല്ലെന്നുണ്ടെങ്കിൽ വയറിന് വേദന പോലുള്ള അസ്വസ്ഥതകളുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരും തൈര് ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ളവർക്ക് തൈര് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറ് സംബന്ധമായ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായ പുളിച്ച തൈര് നമ്മൾ ഉപയോഗിക്കരുത്. അമിതമായ പുളിച്ച തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, വയറെരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളുണ്ടാവും. അതുകൊണ്ട് തന്നെ അമിതമായ പുളിച്ച തൈര് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കരുത്. അത് ഒരു നേരത്തും കഴിക്കരുത്. ഉച്ചയ്ക്കും നമ്മൾ അമിതമായ പുളിച്ച തൈര് കഴിക്കരുത്. അതിന് പകരം നമുക്ക് മിതമായ പുളിയുള്ള തൈര് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അമിതമായ പുളിച്ച തൈര് നമ്മൾ ഉപയോഗിക്കുകയാണ് അസിഡിറ്റി ഉള്ളവർക്ക് അസിഡിറ്റി കൂടുന്നതിന് ഇതൊരു വളരെ വലിയൊരു കാരണമാണ്. നമുക്ക് പുളിച്ച് തകട്ടി വരുന്നതിനും നമുക്ക് നെഞ്ചരിച്ചിലുണ്ടാകുന്നതിനും ഇത് വളരെ ഒരു കാരണമാണ്. പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് തൈര് അമിതമായി പുളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പാല് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയും ചെയ്യരുത്. രണ്ടിനും 2 തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തൈരിൻ്റെ സ്വഭാവം യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവുകയും ഇത് കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ദഹനക്കേടോ മറ്റ് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനോ ഇത് കാരണമാവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. തൈരിന് അമിതമായി പുളിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വേറെ പുതിയ തൈര് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഉചിതമായ ഒരു മാർഗ്ഗം. ഗുരുതരമായ ത്വക്ക് രോഗമുള്ളവരും തൈര് ഉപയോഗിക്കാൻ പാടില്ല. സോറിയാസിസ്, എക്സിമ പോലുള്ള ഗുരുതരമായ ത്വക്ക് രോഗം അനുഭവിക്കുന്നവരും തൈര് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് മോര് കഴിക്കാവുന്നതാണ്. നമ്മൾ തൈര് മിക്സിക്കകത്തോ അല്ലെങ്കിൽ കടഞ്ഞോ എടുത്ത് അതിൻ്റെ വെണ്ണ മാറ്റി നമുക്ക് മോര് കാച്ചിയ മോര് കറിയായിട്ടോ അല്ലെങ്കിൽ പച്ചമോരായിട്ടോ ഇങ്ങനെ ഗുരുതരമായ ത്വക്ക് രോഗമുള്ളവർക്ക് മോര് കഴിക്കാം. പക്ഷേ തൈര് അങ്ങനെയുള്ളവർക്കും കഴിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ളവരും അവരുടെ ആഹാരശീലങ്ങളിൽ നിന്ന് തൈരിനെ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മൈഗ്രെയിൻ രോഗികൾക്ക് മൈഗ്രെയിൻ തൈര് കൂട്ടുമ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ തൈര് കൂട്ടിയാൽ നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെയുള്ളവരും തൈര് ഒഴിവാക്കേണ്ടതാണ്. അവർക്കും മോര് ഉപയോഗിക്കാം. തൈരായിട്ട് അവർ ഉപയോഗിക്കാത്തതാണ് നല്ലത്. തൈര് ഒരു നോർമൽ കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നതാണ് തൈര് എപ്പോഴും നല്ലത്. അമിതമായ അന്തരീക്ഷത്തിൽ ചൂടുള്ളപ്പോഴോ ഭയങ്കരമായ മഴയുള്ള സമയങ്ങളോ തൈര് ഉപയോഗിക്കാൻ പാടില്ല. അത് തന്നെയല്ല നിങ്ങൾ പുറത്ത് പോയി അമിതമായി എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് അമിതമായി വേർത്ത് തിരിച്ചു വരുന്ന സമയത്തിലും നിങ്ങൾ തൈര് കുടിക്കാനോ ഫുഡിൻ്റെ അത് ചേർത്ത് കഴിക്കാനോ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജലദോഷം, തുമ്മൽ, പനി, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, ആസ്മയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയും തൈര് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പണ്ട് കാലം തൊട്ടേ നമ്മൾ തൈര് ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ തൈരിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തോ അതുപോലെ തന്നെ പഞ്ചസാര ചേർത്തോ ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. പഞ്ചസാര അമിതമായി തൈരിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് പൊണ്ണത്തടി പോലുള്ള നമുക്ക് അമിതമായി നമ്മുടെ ശരീരഭാരം കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അമിതമായ ഉപ്പോ അമിതമായ പഞ്ചസാരയോ തൈരിൻ്റെ അകത്ത് ചേർത്ത് കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്
തീർത്തും മാറ്റണം. ഉപ്പിന് പകരം നിങ്ങൾക്ക് അല്പം ഇന്ദുപ്പിട്ടോ അല്ല ഇനി ഉപ്പ് തന്നെയാണെങ്കിലും കുറച്ച് ഉപ്പ് ചേർത്തോ നിങ്ങൾക്ക് കഴിക്കാം. പഞ്ചസാര ചേർത്ത് കഴിക്കുന്ന ശീലം പാടെ മാറ്റണം. ഇത് ആരോഗ്യകരമായ ഒരു ശീലമല്ല. വേണേൽ നിങ്ങൾക്ക് അത് അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണെങ്കിൽ, അങ്ങനെ കഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനക്കൽക്കണ്ടമോ ശർക്കരയോ കരിപ്പെട്ടിയോ ഒക്കെ ചേർത്ത് ഒരല്പം മാത്രം കഴിക്കാം. ഇത് നിങ്ങൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കാവുള്ളൂ. കാരണം ഒരുപാട് ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഒരു സാധനമാണ് തൈര് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് വെയിറ്റ് കൂടാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ അത് ഒഴിവാക്കണം. അതല്ല നിങ്ങൾ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഫുഡായിട്ട് മാത്രമേ അത് കഴിക്കാവുള്ളൂ. നിങ്ങൾ ബാക്കി ചോറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പുറകെയോ വല്ലോ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ശീലം മാറ്റണം. ആ ഒരു നേരം നിങ്ങൾ അങ്ങനെ മാത്രം കഴിക്കുക. ഇത് വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലോ വല്ലതും കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങളിങ്ങനെ കഴിച്ച് ശീലിക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ദിവസം ആയ തൈര്, ഒരുപാട് ദിവസം പിന്നിട്ട തൈരും ഒരുപാട് നേരം തുറന്നിരുന്ന തൈരും നിങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാൻ പാടില്ല. അതും പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൈരിൻ്റെ ഗുണങ്ങളുള്ളതുപോലെ തന്നെ തൈര് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി നിർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്കാരം.